ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ഷോർട്ട് വ്ളോഗ്. ഇന്ന് നമ്മൾ ഖാൻ മാർക്കറ്റിൽ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിന് റെഡി ആകാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. മുടിയൊന്നും സെറ്റല്ല, ഒരു സെക്കൻഡ് ഇപ്പോൾ സെറ്റാക്കി കാണിക്കാം. അപ്പോൾ എങ്ങനെ മാസമായില്ലേ? അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തി. മെട്രോ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ പോലെ ഒരെണ്ണം പോയാൽ അടുത്ത പോലെ എന്തായാലും വരും. ഇവനെ നോക്ക്, പോയ പെണ്ണിൻ്റെ പുറകെ ഓടാൻ വേണ്ടി ലേസ് കെട്ടിക്കൊണ്ടിരിക്കുക. അതേ ഒരു സുന്ദരി വന്നു. സുന്ദരികളെ കാണുമ്പം വഴി തെറ്റി പോകാതിരിക്കാൻ വേണ്ടി ഈ പാതകൾ നമുക്ക് തന്നിരിക്കുന്നു. എസ്കലേറ്ററുള്ള ഭാഗ്യം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ചു പോയി. അങ്ങനെ നമ്മൾ ഖാൻ മാർക്കറ്റ് മെട്രോ സ്റ്റേഷനിൽ എത്തി, ഒരു ഓട്ടോ പിടിച്ചു. പിന്നെ നമ്മളെത്തി ഖാൻ മാർക്കറ്റ്. ഇവിടെ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ വരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഫുൾ ആയതുകൊണ്ട് നമ്മൾ പോയി ഗ്രീൻ മാൻറ്റീസ്. ഇതെന്തുവാന്ന് ആർക്കും അറിയത്തില്ല, പക്ഷേ എന്ത് കണ്ടാലും തിന്നാണ് ഇവിടെ പ്രത്യേകത. ഏത് കഫേ പോയാലും പെണ്ണുങ്ങൾ ഏറ്റവും ആദ്യം ഓർഡർ ചെയ്യുന്ന സാധനമാണ് സൂപ്പില്ലാതെ ഇവർക്കൊരു ജീവിതമില്ല. അങ്ങനെ സൂപ്പൊക്കെ കുടിച്ച് നമ്മൾ ഇറങ്ങിപ്പോയി നമ്മൾ റെസ്റ്റോറൻറ്റ് എം ചായയിൽ. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ആഹാരം കണ്ടപ്പോൾ ഇവിടെയൊക്കെ സന്തോഷം നോക്കണം. ചിരിയൊക്കെ കണ്ടോ? വെച്ച് കള്ളി. ഇവർക്ക് നാണോ എന്നത് തോന്നുന്നു. ഞാൻ ചിരിക്കുന്നതാണ്. ഇത് കോക്കറി കാണിച്ചു മതി. സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈസ് എന്ന് പറഞ്ഞിട്ട് അവർ പഴംപൊരിയാണ് തന്നെ. പഴംപൊരി തിന്നത് അവൻ്റെ അവസ്ഥ നോക്കും. എൻ്റെ സിസ്റ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. അവൾ ചിക്കനെ കണ്ടാൽ പിന്നെ ചിക്കനെ വേറെ ആരും കാണത്തില്ല. എൻ്റെ മണ്ടയ്ക്കും വീണു. എനിക്ക് തോന്നുന്ന പഴംപൊരി തന്നെയാണ് കുഴപ്പമൊന്നും അല്ലേ, നമ്മളല്ല. ഇതാണ് ഡെസേർട്ട്. ഇതും കൂടെ നക്കി അടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവൾക്കൊരു പുതിയ കൺവേഴ്സ് കിട്ടി. ഇപ്പം അത് കാലിടാൻ പേടി അഴുക്കാവും എന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു കട കണ്ടു. ഇത് ആനിമൽ കണ്ടിട്ട് ഇൻസ്പയർ ആയെന്ന് തോന്നുന്നു. പെമ്പിള്ളാരുടെ ഇവിടെ ഷോപ്പിംഗ് പോയാൽ ഇങ്ങനെയാണ്. അവർ മുമ്പ് നടക്കും, നമ്മൾ പുറകെ സാധനം എടുത്തുകൊണ്ട് നടക്കണം. അതിന് പൈസ കിട്ടുമോ? അതുമില്ല. പിന്നെ നമ്മളൊരു പൂക്കട കണ്ടു. അവിടെ നിറച്ച് പൂക്കളുണ്ടായിരുന്നു. പെണ്ണുങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, എപ്പം പൂ കണ്ടാലും അപ്പം വാങ്ങണം. പിന്നെ വേറെ ആരും പൂ കൊടുക്കാനില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവരെ തമ്മി കൊടുത്ത് സന്തോഷിക്കുന്നത്. ഒരു ചിരി കണ്ടില്ലേ പൂ കിട്ടി. ഇതൊക്കെ കണ്ട കേരളത്തിലുള്ളവർ വിചാരിക്കും തൃശ്ശൂർ പൂരമാണെന്ന്. അല്ല, ഇവ ദിവാലി. അവൾ പോയി കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രകാശം വരുന്നത് ഇന്നാണ്. ഇനി ഈ പ്രകാശം ഇരുട്ടാക്കാൻ വേണ്ടി വേറെ എടുത്തു വരുന്നത് എപ്പോഴാണ്? അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.